are familiar with the order of reaction and how to calculate the order of a reaction. അല്ലേ? നമ്മൾ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് പഠിച്ചു, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വെച്ചിട്ട് ഹൗ ടു പ്രെഡിക്റ്റ് ദ ഓർഡർ ഓഫ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. Next we are moving to the molecularity of a reaction. Order പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടേം ആണ് എന്ത്? മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Okay. The number of reacting species taking part in an elementary reaction which must collide simultaneously in order to bring about a chemical reaction is called molecularity of a reaction. Definition ഇത്രയൊക്കെ ഉണ്ടെങ്കിലും സിമ്പിൾ ആണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, the number of reacting species taking part in a chemical reaction. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടിംഗ് സ്പീഷീസിന്റെ നമ്പർ, എത്ര റിയാക്ടിംഗ് സ്പീഷീസ് അവിടെ പങ്കെടുത്തു, ആ റിയാക്ടിംഗ് സ്പീഷീസിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇതിനകത്തിന്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടുത്തെ റിയാക്ടിംഗ് സ്പീഷീസ് തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്താലേ അത് നടക്കൂ എന്നൊക്കെയുള്ള അറിയാം അല്ലെ? അതാണ് ബാക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. സിംപ്ലി ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ എലമെന്ററി റിയാക്ഷൻ. ഒരു എലമെന്ററി റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടിംഗ് സ്പീഷീസിന്റെ നമ്പർ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനിവിടെ അമോണിയം നൈട്രൈറ്റിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതാം. ഓക്കെ, അമോണിയം നൈട്രൈറ്റിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതാം. യെസ്, this is the decomposition reaction for ammonium nitrate. Okay, നമ്മൾ എന്താണ് പറഞ്ഞത്? യെസ്, നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്. എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഒരു എലമെന്ററി റിയാക്ഷനിൽ ഉണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഹൗ മെനി റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഉണ്ട്? യെസ്, ഇതാണ് അമോണിയം നൈട്രേറ്റ് ഈസ് ദ റിയാക്ടിംഗ് സ്പീഷീസ്. റിയാക്ടന്റ് എന്ന് പറയുന്നത് അമോണിയം നൈട്രേറ്റ് അല്ലേ? അത് ഒരാളല്ലേ ഉള്ളൂ. സോ the number of reacting species in this reaction is 1. So the molecularity of this reaction is 1. Simple അല്ലേ? ഒരൊറ്റ റിയാക്ടിംഗ് സ്പീഷീസ് ഈ റിയാക്ഷനകത്ത് വരുന്നുള്ളൂ. അപ്പൊ എന്താണ്? here only one reacting species. ഇവിടെ ഒരു റിയാക്ടിംഗ് സ്പീഷീസേ ഉള്ളൂ. റിയാക്ടിംഗ് സ്പീഷീസ് ആരാണത്? that is NH4 NO2. അമോണിയം നൈട്രേറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? only is present. Therefore, എന്ത് പറയും? the molecularity of this reaction. ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എത്രയാണെന്ന് പറയാം? 1. റിയാക്ഷൻ ഈസ് 1. മനസ്സിലായോ? 1 ആണ് ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഒരു സെന്റൻസ് കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 1 ആയതുകൊണ്ട് this reaction is known as unimolecular reaction. എന്ത് പറയാം? since the molecularity of this reaction, ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 1 ആയതുകൊണ്ട്, molecularity is 1, this reaction is known as, ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? this reaction is known as unimolecular reaction. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് unimolecular reaction. മനസ്സിലായല്ലോ? അപ്പോ number of reacting species taking part in a chemical reaction is known as molecularity of that reaction. Here is an example, and here only one reacting species, that is ammonium nitrate, is only present. So the molecularity of this reaction is 1, and since the molecularity is 1, this reaction is also known as unimolecular reaction. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കേ, ഹൈഡ്രജൻ അയഡൈഡിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തില്ല ഹൗ മെനി റിയാക്ടിംഗ് സ്പീഷീസ് ആർ പ്രസന്റ്? എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഉണ്ട്? യെസ്, 2. എന്തുകൊണ്ടാണ് 2 വന്നത്? യെസ്, ഹൈഡ്രജൻ അയഡൈഡ് ഇവിടെ 2 എന്ന് നമ്മൾ കൊടുത്ത എന്താ? 2 ഹൈഡ്രജൻ അയഡൈഡ് ഇവിടെ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 കൊടുത്തത്.
അപ്പൊ നിങ്ങൾ ചാടിക്കയറി 1 എന്ന് പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം അല്ലെ. HI തന്നെ ഇവിടെ 2 പേരുണ്ട്. അപ്പൊ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയാണ്? 2 അല്ലെ. ഹിയർ ദി മോളിക്കുലാരിറ്റി ഈസ് 2. ഈ റിയാക്ഷനിൽ 2 റിയാക്ടിംഗ് സ്പീഷീസ് ഉള്ളത് കൊണ്ട് മോളിക്കുലാരിറ്റി എന്താണ്? 2 ആണ്. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു 1 മോളിക്കുലാരിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? യൂണി മോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിച്ചു. എന്നാൽ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആയതുകൊണ്ട് then this reaction is known as 2 ആണ് മോളിക്കുലാരിറ്റി എങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ എന്ത് വിളിക്കും? ബൈമോളിക്കുലാർ റിയാക്ഷൻ. Then this reaction is called a bimolecular reaction. Bi means 2. Bimolecular reaction. മനസ്സിലായോ? Since the molecularity of this reaction is 2, then this reaction is called a bimolecular reaction. അപ്പൊ മോളിക്കുലാരിറ്റി എന്താണെന്ന് മനസ്സിലായി. യൂണിമോളിക്കുലാർ റിയാക്ഷൻ, ബൈമോളിക്കുലാർ റിയാക്ഷൻ മനസ്സിലായി. എങ്ങനെയാണ് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നതെന്നും ക്ലിയർ ആയി. സിമ്പിൾ അല്ലേ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ? ഒരു പ്രയാസമില്ല. ഓക്കെ ആണല്ലോ. ഓർഡർ പോലെ തന്നെ സെയിം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്താണ് ഓർഡർ എന്ന് എഴുതാം അല്ലെ. ഓർഡർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓർഡർ is the sum of powers of molar concentration of reactants in a rate equation. ഇതാണ് ഓർഡർ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് ആരെ കൊടുക്കാം? മോളിക്കുലാരിറ്റി എന്താണെന്നുള്ളത് എഴുതാം. മോളിക്കുലാരിറ്റി. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എഴുതുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് കാര്യം, ഫസ്റ്റ് പോയിന്റ്. മോളിക്കുലാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്, നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് in a chemical reaction. In a chemical reaction. ആണല്ലോ. യെസ്. ഇത് രണ്ട് ഡെഫിനിഷൻ ആണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇവരുടെ ഡിഫറൻസ് എഴുതാം. ഞാൻ എഴുതുന്ന ഫസ്റ്റ് ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോ. ഓർഡർ is an experimental quantity. Order is an experimental quantity. നമുക്ക് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷനെ നോക്കിയിട്ട് തിയററ്റിക്കലി ഒരിക്കലും ആ റിയാക്ഷന്റെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. We cannot predict the order of a chemical reaction by merely observing it. അല്ലെങ്കിൽ തിയററ്റിക്കലി ഒരിക്കൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ തിയററ്റിക്കൽ ആയിട്ട് ഒന്നും നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. It can be determined only by experiment. Experimentally മാത്രമേ നമുക്കൊരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ it can be zero. അതൊരു സീറോ ആകാം, ഫ്രാക്ഷൻ ആകാം, നോൺ ഇന്റീജർ ആകാം. മനസ്സിലായോ? എക്സെട്ര. അപ്പോ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഓർഡർ സീറോ ആകാം, ഫ്രാക്ഷൻ ആകാം, നോൺ ഇന്റീജർ ആകാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ കണ്ടു അല്ലെ, ഫ്രാക്ഷൻ ആയിട്ട് ഹാഫ് ഓർഡർ റിയാക്ഷൻ കണ്ടു, അത്രയും വരും. പക്ഷേ വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റിയുടെ കേസ് വരുമ്പോൾ എന്താണ് വിഷയം? മോളിക്കുലാരിറ്റി cannot be zero. മോളിക്കുലാരിറ്റി ഒരിക്കലും എന്താകാൻ പാടില്ല? സീറോ ആകാൻ പാടില്ല, ഫ്രാക്ഷൻ ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മോളിക്കുലാരിറ്റി നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടന്റിന്റെ നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് വിളിച്ചത്. അപ്പൊ മോളിക്കുലാരിറ്റി സീറോ ആണെന്ന് പറഞ്ഞാൽ there is no reacting species എന്നാണ്
അതിന്റെ മീനിങ്? അവിടെ റിയാക്ടിങ് സ്പീഷീസ് ഇല്ല. റിയാക്ടിങ് സ്പീഷീസ് ഇല്ലാത്തൊരു റിയാക്ഷൻ നടക്കും ഇല്ല. അതുകൊണ്ടാണ് ഇറ്റ് കനോട്ട് ബി സീറോ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പകുതി റിയാക്ടിങ് സ്പീഷീസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ളതിന് മാത്രമേ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. So this is the first difference between order and molecularity. Order is an experimental quantity, so it can be zero, fraction, non-integer, etc. But molecularity cannot be zero, fraction, etc. Molecularity ഒരിക്കലും സീറോയോ ഫ്രാക്ഷനോ ആകാൻ പാടില്ല. ഇനി what is the next difference? അടുത്ത ഡിഫറൻസിലേക്ക് വരാം. അടുത്ത ഡിഫറൻസ് നമ്മൾ പഠിച്ചു. what is mean by an elementary reaction and what is a complex reaction? അല്ലെ, എലമെന്ററി എന്താണെന്ന് പഠിച്ചു, കോംപ്ലക്സ് എന്താണെന്ന് പഠിച്ചു. എലമെന്ററി റിയാക്ഷൻ taking place only one step, ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്നത് എലമെന്ററി. when a sequence of elementary reaction proceeds to get the product ആണെന്നുണ്ടെങ്കിൽ that is complex reaction. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് വന്നാൽ അത് കോംപ്ലക്സ് ആണെന്ന് പഠിച്ചു. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇവരുടെ രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത്. എന്താണ്? Order can be applicable to both elementary and complex reaction. Elementary and complex reaction. But എന്താണ്? Molecularity is only applicable to elementary reaction. Molecularity is only applicable to elementary reaction. എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എലമെന്ററി റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്, കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്. എലമെന്ററി റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷന്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര സ്റ്റെപ്പിൽ നടന്നാലും അവരുടെയൊക്കെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി ആസ് വെൽ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മോളിക്കുലാരിറ്റി ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു എലമെന്ററി റിയാക്ഷൻ. മോളിക്കുലാരിറ്റിയുടെ കേസിൽ എലമെന്ററി റിയാക്ഷന് മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, എലമെന്ററി റിയാക്ഷനിൽ നമ്മളൊരു റിയാക്ടിങ് സ്പീഷീസ് യൂസ് ചെയ്യും. അത് കോംപ്ലക്സ് റിയാക്ഷന്റെ കേസിൽ വരുമ്പോൾ 2-3 സ്റ്റെപ്പിൽ ഈ ഒരേ റിയാക്ടിങ് സ്പീഷീസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ ഓരോ തവണയും ഈ ഒരേ റിയാക്ടിങ് സ്പീഷീസിന്റെ എണ്ണം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് കൃത്യമായിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു എലമെന്ററി റിയാക്ഷൻ ഓൺലി എന്ന് പറയുന്നതാണ്. സോ ദീസ് ആർ ദി ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താണ് ഓർഡർ എന്നും എന്താണ് മോളിക്കുലാരിറ്റി എന്നും ഒന്ന് ഡിഫൈൻ ചെയ്തു. ഓർഡർ ഇസ് ദ സം ഓഫ് പവർ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻ എ റേറ്റ് ഇക്വേഷൻ ആൻഡ് മോളിക്കുലാരിറ്റി ഇസ് ദി നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് ആണ് ഞാൻ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത്. എന്താണ്? ഓർഡർ ഇസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി, സോ ഇറ്റ് ക്യാൻ ബി സീറോ, ഫ്രാക്ഷൻ, നോൺ ഇന്റിജർ, എക്സെട്ര. ബട്ട് മോളിക്കുലാരിറ്റി cannot be zero, fraction. And next difference is order can be applicable to both elementary and complex reaction, but in the case of molecularity it is only applicable to elementary reaction. So this is very important in this chapter. So നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മളിപ്പോ കുറെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റേറ്റ് ഇക്വേഷൻ, ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓർഡർ, മോളിക്കുലാരിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. The first problem, the conversion of molecules from X to Y follow second order kinetics. If concentration of X is increased to 3 times, how will it affect the rate of formation of Y? നമുക്ക് തന്നിരിക്കുന്നത് X Y ആയി മാറുന്ന ഒരു റിയാക്ഷൻ ആണ്. അതൊരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തില് X എന്നത് റിയാക്ടന്റും Y പ്രൊഡക്റ്റും ആണെന്ന് അറിയാം. റിയാക്ടന്റ് എക്സിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ അത് വൈയുടെ ഫോർമേഷന്റെ റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് ഗീവ്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റേറ്റ് ഇക്വേഷൻ എഴുതാം അല്ലെ. റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു നമ്മൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാത്രം എഴുതിയാൽ മതി ആണല്ലോ. ഇനി ഇതിനകത്ത് ഇത് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്, അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് അവർ പറയുന്നു. അപ്പൊ ഇതിന്റെ പവർ എന്തായിരിക്കും, 2 ആയിരിക്കും. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ബിക്കോസ് പവർ ആണ് നമ്മുടെ ഓർഡർ, സം ഓഫ് ദി പവർ ആണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ ആകെ ഒരു റിയാക്ടന്റേ ഉള്ളൂ, അപ്പൊ അതിന്റെ പവർ തീർച്ചയായിട്ടും 2 ആയിരിക്കണം, ബിക്കോസ് അത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയായി. അപ്പൊ നമ്മുടെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ ഡൗട്ട് ഒന്നുമില്ല, അതൊക്കെ ആയല്ലോ. യെസ്. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് ഇൻക്രീസ്ഡ് ടു 3 ടൈംസ്. ഇനി നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്, 3 ഇരട്ടിയാക്കുവാണ്. അപ്പൊ നമുക്ക് ഈ റേറ്റിനെ R1 എന്ന് വിളിക്കാം, കാരണം നമുക്ക് രണ്ടാമതൊരു റേറ്റ് ഉടനെ എഴുതാനുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റേറ്റിനെ R1 എന്ന് വിളിക്കാം. ഇനി സെക്കൻഡ് റേറ്റ് നമുക്ക് R2 എന്ന് വിളിക്കാം. R2 എന്താ സംഭവിക്കുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് എക്സ് നമ്മൾ 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാ അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറുന്നത്, കെ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 3x കൊടുക്കണം അല്ലെ. 3x റൈസ് ടു 2 ആണല്ലോ. യെസ്. അപ്പൊ എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞ ആരാണ്, 9. അപ്പൊ 9 നമുക്ക് ഇത് പുറത്തെടുക്കാം, പോയിട്ട് ബാക്കി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2 ആണല്ലോ ഉള്ളത് അത്. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാൻ എഴുതട്ടെ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ ഇങ്ങനെ എഴുതാം, 9 ഇൻറ്റു എന്താണ്, കെ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദിസ്, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2 എന്ന് പറയുന്നത് ആരാണ്, ഇറ്റ് ഈസ് R1 അല്ലേ. നോക്ക്, അതല്ലേ R1. അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, R1 എന്ന് കൊടുക്കാലോ. Therefore R2 is equal to 9 into R1 എന്ന് കിട്ടി അല്ലേ. 9 into R1 എന്ന് കിട്ടി. So how will it affect the rate of concentration of y എന്നല്ലേ ചോദിച്ചത്, ഫോർമേഷൻ ഓഫ് y എന്നല്ലേ ചോദിച്ചത്. എന്ത് വ്യത്യാസം വന്നത്, യെസ്, R2 എന്ന് പറയുന്നത് എന്താണ്, R1ന്റെ 9 ടൈംസ് ആണ് നമുക്ക് കിട്ടി. R2 is the 9 ടൈംസ് ഓഫ് R1. അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് കണ്ടുപിടിച്ച, അതായത് നമുക്ക് രണ്ടാമത് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയ റേറ്റിന്റെ 9 ടൈംസ് ആയി, 9 ഇരട്ടിയായി മാറി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ വൈയുടെ ഫോർമേഷനെ എങ്ങനെ ഇത് അഫക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇത്രയാണ്. സിമ്പിൾ ആണല്ലോ. യെസ്. അപ്പൊ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. യെസ്, ഹിയർ ഈസ് ദ പ്രോബ്ലം. Okay, for the reaction 2A plus B gives A to B, the rate is given is equal to K into molar concentration of A into molar concentration of B raised to 2, with K is equal to 2.0 into 10 raised to minus 6 mol raised to 2 L raised to 2 second raised to minus 1. Calculate the initial rate of reaction when concentration of A is equal to 0.1 mol per liter and B equal to 0.2 mol per liter. Calculate the rate of reaction after concentration of A is reduced to 0.06 mol per liter. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ആ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷനും തന്നിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് റിയാക്ടന്റ് ആയിരിക്കുന്ന എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഗിവൺ ആണ്. അത് വെച്ചിട്ട് ഈ റിയാക്ഷന്റെ ഇനീഷ്യൽ റേറ്റ്, തുടക്കത്തിലുള്ള റേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് റിയാക്ടന്റ് ആയ എയുടെ കോൺസെൻട്രേഷൻ 0.06 മോൾ പെർ ലിറ്റർ ആയി റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള ഇതിന്റെ ഫൈനൽ റേറ്റും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ റേറ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of A into molar concentration of B raised to 2.
ആണല്ലോ. യെസ്. അപ്പൊ ഇനീഷ്യൽ റേറ്റ് കണ്ടുപിടിക്കുക, അതായത് ഡയറക്റ്റ് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആണല്ലോ. യെസ്. അപ്പൊ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോ കെയുടെ വാല്യൂ എത്രയാ തന്നേക്കുന്നത്? 2.0 × 10⁻⁻6 ആണ് കെയുടെ വാല്യൂ തന്നേക്കുന്നത് അല്ലെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.0 × 10⁻⁻6 into what is the concentration of A? That is 0.1. So 0.1 into what is the concentration of B? It is 0.2 mol per liter. That is 0.2. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് raised to 2 അത് എഴുതാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഇനീഷ്യൽ റേറ്റ് ആണ്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ എഴുതണം. ഇനീഷ്യൽ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 × 10⁻⁻9 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനീഷ്യൽ റേറ്റ് കിട്ടുന്നത് 8 × 10⁻⁻9 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ്. ഓക്കെ. ഇനി നമ്മൾ ഇനീഷ്യൽ റേറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. വാട്ട് അബൌട്ട് ദ ഫൈനൽ റേറ്റ്? ഫൈനൽ റേറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് റെഡ്യൂസ്ഡ് ടു 0.06 മോൾ പെർ ലിറ്റർ എന്നാണ്. 0.06 ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് വാല്യൂ മാറ്റി കൊടുക്കാം. അപ്പൊ വാല്യൂ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എയുടെ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ, ബിയുടെ വാല്യൂ അതേപോലെ തന്നെയാണ്, കെയും അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഫൈനൽ റേറ്റ് ഓക്കെ. ഫൈനൽ റേറ്റ് കിട്ടുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ അത് തന്നെ 2.0 × 10⁻⁻6 ഓക്കെ ഇൻറ്റു എന്താണ്? എയുടെ വാല്യൂ മാറി. എയുടെ വാല്യൂ എത്രയാണ്? 0.06 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ എയുടെ സ്ഥാനത്ത് നമ്മൾ 0.06 കൊടുത്തു ഇൻറ്റു ബിയുടെ വാല്യൂ മാറ്റമില്ല 0.2 ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 4.8 × 10⁻⁻9 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഈസ് ദി ഫൈനൽ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. എളുപ്പമല്ലേ? ഇപ്പൊ ഇനീഷ്യൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഫൈനൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള വാല്യൂസും തന്നിട്ടുണ്ട്. സിമ്പിൾ. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ റേറ്റ് ഇക്വേഷൻ തന്നിട്ട് നമ്മളൊരു റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും. Then moving to the another question. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes. The decomposition of ammonia on platinum surface is a zero order reaction. What are the rate of production of N2 and H2 if K is equal to 2.5 × 10⁻⁻4 mol raised to -1 liter second raised to -1. എന്താ പറഞ്ഞിരിക്കുന്നത്? അമോണിയയുടെ ഡീകമ്പോസിഷന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് തന്നില്ല എങ്കിൽ കൂടിയും നമുക്കിതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എവിഡൻസ് ഇതിലുണ്ട്. അതേതാ? യെസ്, നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നോക്കൂ. ഇത് ഏതിന്റെ യൂണിറ്റാ? സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റാ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കിത് തന്നില്ല എങ്കിൽ കൂടി അത് മനസ്സിലാക്കുക. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ, what are the rate of production of N2 and H2? നൈട്രജനും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ആണ്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് NH3 ആണ് അമോണിയ. NH3 യുടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് H2 + N2 അല്ലെ. N2 + H2 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ്? ഇത് ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതുന്നത് നന്നായിരിക്കും. യെസ്, കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇതാണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം അല്ലെ. യെസ്. അപ്പോ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. വിച്ച് ഈസ് ദ റിയാക്ടന്റ്? NH3. യെസ്, ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ റേസ് ടു 0 ആണല്ലോ, സംശയമില്ല. ഇനി നിങ്ങൾക്ക് സംശയം വരരുത്, ഇവിടെ 2NH3 ഉള്ളതുകൊണ്ട് 2 ആണോ ഇവിടെ പവറായിട്ട് വരുന്നത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ റേറ്റ് ഇക്വേഷന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോഎഫിഷ്യന്റ് തന്നെ പവറായിട്ട് വരണമെന്നില്ല. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി കോഎഫിഷ്യന്റ് എന്നാ പറഞ്ഞത്. ചില കേസിൽ പവറായിട്ട് കോഎഫിഷ്യന്റ് തന്നെ വരാം, ചില കേസിൽ അത് കോഎഫിഷ്യന്റ് തന്നെ വരണം, അല്ലെ കോഎഫിഷ്യന്റിനോട് ഈക്വൽ ആകണമെന്നില്ല. അങ്ങനെ ഈക്വൽ ആകാത്തൊരു കേസാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതി K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 raised to
0. ഇനി നമ്മളോട് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 ആൻഡ് H2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് ഒന്ന് എഴുതി നോക്കാം. ഈ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതുന്നേ? ജസ്റ്റ് നമ്മള് തുടക്കം പഠിച്ചതാണ് റേറ്റ് എഴുതാനായിട്ട്. ഇങ്ങനെ പഠിച്ചത് ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് നമുക്ക് വന്നെങ്കിൽ ആദ്യം നമുക്ക് റിയാക്ടന്റിന്റെ ടേമിൽ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഇവിടെ 1/2 ഉണ്ടല്ലേ, 1/2 മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. പ്രോഡക്റ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ H2 that is 1/3 delta concentration of H2 divided by delta T. N2 ന്റെ ടേമിൽ that is delta concentration of N2 divided by delta T. ഇത് എഴുതാൻ നമുക്ക് അറിയാം അല്ലേ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തില് ഇവിടെ മതി, ഇയാളെ കണ്ടുപിടിച്ചാൽ മതി ആണല്ലോ. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് H2 N2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം N2 ന്റെ എഴുതാം. ഓക്കെ, N2 ന് നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of NH3 raised to 0. Any number raised to 0 is 1. അപ്പൊ ഇവിടെ NH3 raised to 0 എന്ന ടേം എന്തായി പോയി? 1 ആയി പോയി. സോ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു K എന്ന് എഴുതിക്കൂടെ? അതായത് ഈ ഒരു കേസിൽ നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് എന്തിനോട് ഈക്വൽ ആയി? റേറ്റ് കോൺസ്റ്റന്റിനോട് ഈക്വൽ ആയി അല്ലേ? റേറ്റ് കോൺസ്റ്റന്റിനോട് ഈക്വൽ ആയി. ഇനി റേറ്റ് നമ്മള് നൈട്രജന്റെ കേസിൽ റേറ്റ് എന്താ എഴുതിയത്? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇതല്ലേ റേറ്റിന്റെ സ്ഥാനത്ത് വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് N2 ആവുമ്പോൾ which is equal to K എന്നല്ലേ ഈക്വേഷൻ അനുസരിച്ച് വന്നേക്കുന്നത്. യെസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K? K യുടെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്? 2.5 into 10 raised to minus 4 ആണ് തന്നേക്കുന്നത്. സോ 2.5 into 10 raised to minus 4 ആണല്ലോ. അപ്പൊ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 കിട്ടിയോ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മള് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോ നമുക്ക് അവിടുന്ന് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 നോക്കിയപ്പോൾ അതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അത് റേറ്റ് കോൺസ്റ്റന്റിനോട് ഈക്വൽ. റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഗിവൺ ആയതുകൊണ്ട് ദാറ്റ് ഇസ് 2.5 into 10 raised to minus 4 ആണല്ലോ. യെസ്, ഇനി വാട്ട് അബൌട്ട് എന്താണ്? അപ്പൊ ഇതിന്റെ യൂണിറ്റ് എഴുതുക. റേറ്റ് ആണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്, ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് H2 കൂടി വേണം അല്ലെ? അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് എങ്ങനെയാ? റേറ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴത്തേക്കും 1/3 into ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ആണല്ലോ. ഇത് തന്നെയാണ് റേറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു K ആണെന്നാണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് പറയുന്നത് ആണല്ലോ. അപ്പൊ ഇവിടുന്ന് 1/3 ഉണ്ട്. അപ്പൊ 3നെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണല്ലോ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, that is rate of production of delta concentration of H2 divided by delta T is equal to എന്താണ്? 3 into 3 ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇപ്പത്തോടെ മൾട്ടിപ്ലൈ ചെയ്തു 3 into K that is equal to 3 into 2.5 into 10 raised to minus 4 which is equal to എത്ര വരും? 7.5 into 10 raised to minus 4 mole per liter per second. അല്ലേ? 7.5 into 10 raised to minus 4 mole per liter per second is the rate of production of H2. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അത്രേ ഉള്ളൂ. ഇതുപോലെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ അറിയാം. ഇക്വേഷൻ ഡീകമ്പോസിഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമ്മളോട് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ എഴുതണം. അതിനുശേഷം അതിൽ നിന്ന് റേറ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ അത് എഴുതുക. അതിനുശേഷം ഇതുപോലെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഹിയർ ഈസ് ദ അനദർ പ്രോബ്ലം. ദാറ്റ് ഈസ് ഇതൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആൻസർ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. നോക്കാം. Decomposition of dimethyl ether leads to the formation of methane, hydrogen and carbon monoxide. And the reaction rate is given by rate is equal to K into concentration of CH3O CH3 raised to 3/2. Okay. അപ്പൊ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഡൈമീഥൈൽ ഈതർ ഏതാണ്? CH3O CH3 ആണ് നമ്മൾ ഡൈമീഥൈൽ ഈതർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈതർ ഇസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഡൈമീഥൈൽ ഈതറിന്റെ ഡീകമ്പോസിഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ആണ് മീഥൈൻ, ഹൈഡ്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ആ റിയാക്ഷൻ
റിയാക്ഷന്റെ റേറ്റ് അവർ തന്നിരിക്കുന്നതാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്, ഇതാണ് നമ്മുടെ റിയാക്ടന്റ് ഡൈമീഥൈൽ ഈഥർ റേസ്ഡ് ടു 3/2 ഇറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഇനി ബാക്കി എന്താണെന്ന് നോക്കിക്കേ. The rate of reaction is followed by increase in pressure in a closed vessel. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് അതാണ്, ഈ റിയാക്ഷന്റെ റേറ്റ് നടന്നത് ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ റിയാക്ഷന്റെ റേറ്റ് കിട്ടിയത്. ആ ഒരു രീതിയിലാണ് റിയാക്ഷൻ നടന്നിരിക്കുന്നത്. So the rate can also be expressed in terms of partial pressure of dimethyl ether. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് റേറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ റിയാക്ഷന്റെ റേറ്റിനെ ഡൈമീഥൈൽ ഈഥറിന്റെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ റേറ്റ് ഇക്വേഷനെ അവർ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി എഴുതി അതിനെ ഒന്ന് മാറ്റി എഴുതി. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡൈമീഥൈൽ ഈഥറിന്റെ പാർഷ്യൽ പ്രഷറിൽ എഴുതി PCH3 or CH3 എന്ന് എഴുതിയാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഡൈമീഥൈൽ ഈഥർ എന്നാണ് അതിന്റെ അർത്ഥം. റേസ് ടു 3/2. ഓക്കെ, അപ്പൊ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ എഴുതിയതാണ് ഈ റേറ്റ് ഇക്വേഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, if the pressure is measured in bar and time in minutes, then what are the units of rate and rate constant? ഇനി നമ്മൾ പ്രഷറിന്റെ യൂണിറ്റ് ബാർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ടൈം നമ്മൾ മിനിറ്റ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി, വേറൊന്നും വേണ്ട, യൂണിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ നോർമലി റേറ്റ് എഴുതുന്നത് എങ്ങനെയാ? റേറ്റിന്റെ യൂണിറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? കോൺസെൻട്രേഷനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം, അതാണ് നമ്മുടെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് യൂണിറ്റ് മതി, വേറൊന്നും വേണ്ട. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഏതിന്റെ ടേംസിലാണ് പറഞ്ഞത്? പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കോൺസെൻട്രേഷന് പകരം എന്ത് കൊടുക്കാം? പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. ഇല്ല, ഈ കേസിലാണ് കേട്ടോ. ഇവിടുത്തെ കേസിൽ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് പാർഷ്യൽ പ്രഷർ എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് റേറ്റിനെ എങ്ങനെ മാറ്റി എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? പ്രഷർ. പ്രഷർ ഡിവൈഡഡ് ബൈ ടൈം. പ്രോബ്ലം ഇല്ലല്ലോ? ഇനി നമുക്ക് യൂണിറ്റ് കാണാം. ആദ്യം നമുക്ക് റേറ്റിന്റെ യൂണിറ്റ് ആണല്ലോ വേണ്ടത്. നമ്മൾ പറഞ്ഞു പ്രഷർ ഏതിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബാറിലാണെന്ന് പറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് പ്രഷറിന്റെ സ്ഥാനത്ത് നമുക്ക് ബാർ കൊടുക്കാം. യെസ്. പെർ ടൈം ഏതിലാണെന്ന് പറഞ്ഞു? മിനിറ്റ്സിലാണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്, ബാർ പെർ മിനിറ്റ്. അതല്ല എങ്കിൽ എന്ത് കൊടുക്കാം? ബാർ മിനിറ്റ് റേസ് ടു -1 ഇങ്ങനെയും കൊടുക്കാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് റേറ്റിന്റെ യൂണിറ്റ് കിട്ടി. ക്വസ്റ്റ്യൻ വലുതാ, പക്ഷെ ആൻസർ സിമ്പിൾ ആയി അല്ലേ? ഇനി റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വേണം. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വേണം അല്ലെ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ റേറ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡൈമീഥൈൽ ഈഥർ റേസ് ടു 3/2 എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം അല്ലെ? നമുക്ക് റേറ്റിന്റെ യൂണിറ്റ് കിട്ടി. ഇനി നമുക്ക് റേറ്റ് ഇക്വേഷന്റെ യൂണിറ്റ് വേണം. ദാറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു K into partial pressure of CH3O CH3, that is dimethyl ether raised to 3/2 അല്ലേ? raised to 3/2. ഇതാണ് നമ്മുടെ റേറ്റ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് കെയുടെ യൂണിറ്റ് ആണ് വേണ്ടത്, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പൊ കെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു. കെ എഴുതുമ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഡൈമീഥൈൽ ഈഥർ CH3O CH3 ആണല്ലോ. ഇവിടെ 3/2 ഉണ്ട്, അതെല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പൊ നമുക്ക് ഇനി യൂണിറ്റ് നോക്കാം. റേറ്റിന്റെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? ബാർ മിനിറ്റ് റേസ് ടു -1 ആണ് നമ്മൾ കണ്ടുപിടിച്ചു ആണല്ലോ. ഡിവൈഡഡ് ബൈ പ്രഷർ, ഇത് പ്രഷർ അല്ലേ? പാർഷ്യൽ പ്രഷർ. വി നോ ദി യൂണിറ്റ് ഓഫ് പ്രഷർ. ഇവിടെ നമ്മൾ ബാർ ആയിട്ടാണ് എടുത്തത്, പക്ഷെ ഇവിടെ 3/2 ഉണ്ട്. ദാറ്റ് ഈസ് ബാർ റേസ് ടു 3/2 ആണല്ലോ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ വരും? യെസ്,
ഇവിടെ bar raised to 1 ഉണ്ട്, താഴെ bar raised to 3/2 ഉണ്ട്. That is bar raised to 1 minus 3/2 അല്ലേ? a raised to m by a raised to n is a raised to m minus n. That is എന്താണ് minus 1/2 വരും ആണോ? Yes. So the unit is bar raised to minus 1/2 minute raised to minus 1 ആണോ? Yes അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ this is the unit of rate constant. അപ്പോൾ റേറ്റിന്റെ യൂണിറ്റ് കിട്ടി bar minute raised to minus 1. rate constantന്റെ യൂണിറ്റ് കിട്ടി bar raised to minus 1/2 minute raised to minus 1. സിമ്പിൾ ആണ് അല്ലെ? ക്വസ്റ്റ്യൻ നല്ല വലുതാക്കി കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്തത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതിനകത്തില് നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തപ്പോൾ റേറ്റിന്റെയും റേറ്റ് കോൺസ്റ്റന്റിന്റെയും യൂണിറ്റ് എഴുതാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ റേറ്റ് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് അറിയാം. പിന്നെ കോൺസെൻട്രേഷനെ നമ്മൾ പാർഷ്യൽ പ്രഷറിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് കോൺസെൻട്രേഷന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ ഡിവൈഡഡ് ബൈ ടൈം എഴുതിയത്. പിന്നെ പ്രഷറിനെ ബാറിലും ടൈമിനെ മിനിറ്റിലും മെഷർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാർ പെർ മിനിറ്റ് എന്നുള്ളത് റേറ്റിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റിലേക്ക് പോയപ്പോൾ അവർ ആ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അവിടെ നിന്ന് നമ്മൾ കെയുടെ ഇക്വേഷനിലേക്ക് വന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആസ് bar raised to minus 1/2 minute raised to minus 1. സിമ്പിൾ. ഓക്കെ ആണല്ലോ? ഒരു പ്രോബ്ലം കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടന്റ്. ഹൗ ഈസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അഫക്റ്റഡ് if the concentration of reactant is first case is double, second case is reduced to half. എന്താണ്? ഒരു റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ റിയാക്ഷനകത്തിലെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡബിൾ ആക്കിയാൽ അത് ആ റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഇനി അതിന്റെ കോൺസെൻട്രേഷനെ ഹാഫ് ആക്കി റെഡ്യൂസ് ചെയ്താൽ അതെങ്ങനെ അതിന്റെ റേറ്റിനെ അഫക്ട് ചെയ്യും? ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് ഡബിൾ ആവുന്ന കേസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് കേസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് ജനറൽ ആയിട്ട് നമ്മളൊരു റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാനിവിടെ എ ഗീവ്സ് പ്രോഡക്റ്റ് എന്നൊരു റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. സെക്കൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാ? റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of reactant. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് raised to 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ റേറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ if the concentration of the reactant is doubled, അല്ലെ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ how will it affect the rate എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെ ഡബിൾ ആക്കി എഴുതി നോക്കാം. ഡബിൾ ആക്കുമ്പോഴത്തേക്കും റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration ഡബിൾ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2A ആയി മാറും അല്ലെ? That is raised to 2 which is equal to എന്താണ് 2 square 4 ആണ്. That is 4 into K into concentration of A raised to 2. And what is this? K into the concentration of A raised to 2 എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? റേറ്റ്. അതായത് ഇവിടെ നമുക്ക് R1 എന്ന് കൊടുക്കാം. R1 കൊടുത്തു, ഇത് നമ്മൾ R2 കൊടുത്തു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. That is equal to 4 into R1. R2 is equal to 4 into R1. എന്ന് പറഞ്ഞാൽ റേറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ? സെക്കൻഡ് കേസിൽ നമ്മൾ ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് ഇൻക്രീസ്ഡ് ടു 4 ടൈംസ്. 4 ടൈംസ് ആയിട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്തു നമ്മൾ ഡബിൾ ആക്കിയപ്പോൾ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മള് റെഡ്യൂസ്ഡ് ടു ഹാഫ് ആണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ഇതേപോലെ തന്നെ നമ്മുടെ എന്താണ് R1 എന്ന് പറയുന്നത് K into concentration of A raised to 2 ആണ്. ഓക്കെ, അപ്പൊ R2ലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കോൺസെൻട്രേഷനെ പകുതിയാക്കി കുറച്ചു എന്നാണ് പറയുന്നത്. That is R2 is equal to K into A എന്തായി? A/2 ആയി ആണല്ലോ. യെസ്, raised to 2 ആണല്ലോ, which is equal to 1/2 raised to 2, that is 1/4. That is 1/4 into K into concentration of A raised to 2 ആണല്ലോ. And what is this? K into concentration of A raised to 2 is R1 ആണല്ലോ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R2 is equal to 1/4 into R1 എന്ന് കിട്ടി അല്ലെ? 1/4 into R1 എന്ന് കിട്ടി, which means എന്താണ്? റേറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 4 ടൈംസ്. ഇവിടെ 4 തവണയായിട്ട് റേറ്റ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഡിക്രീസ്ഡ് ബൈ 4 ടൈംസ്.
ക്ലിയർ ആയല്ലോ? ഇവിടെ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തെങ്കിൽ ഇവിടെ 4 ടൈംസ് ഡിക്രീസ് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത് പക്ഷെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ധാരാളം പ്രോബ്ലംസ്, ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? Chemical kinetics. We started a new chapter, that is chemical kinetics, and here we introduced how to calculate the rate of a chemical reaction. A particular chemical reaction rate എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി. അവിടുന്ന് what is mean by rate, average rate, instantaneous rate, etc. And now we know how to calculate the rate of a chemical reaction and also then unit of the rate of a reaction. Then moving to the order of a chemical reaction ലേക്ക് നമ്മൾ വന്നു അല്ലെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഹൗ ടു കാൽക്കുലേറ്റ് ദി ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ദെൻ how to write the rate equation അല്ലെ. റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം എന്നുള്ളത്. ആൻഡ് ഫ്രം ദിസ് we understood the rate constant, that is k അല്ലെ. ഒരു റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി. how to write the rate equation, rate constant value and unit of rate constant for a zero order reaction, first order, second order up to nth order reaction അല്ലെ. and by using the unit of rate constant we can predict the order of a particular കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ എന്താണ് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസും നമ്മൾ പഠിച്ചു ആണല്ലോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.